അഭയം തേടിയുള്ള യാത്രയ്ക്കിടയിൽ സ്നോഡൻ റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ ഇറങ്ങിയിരുന്നു. എന്നാൽ മോസ്കോയിൽ നിന്നും ക്യൂബയിലേക്ക് ബുക്ക് ചെയ്ത വിമാനത്തിൽ മുൻ CIA ഉദ്യോഗസ്ഥൻ കയറിയിട്ടില്ലെന്ന് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു. മോസ്കോയിലെത്തിയ സ്നോഡൻ ഇക്വഡോർ അംബാസഡറുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട്. നേരത്തെ ഇക്വഡോറിൽ അഭയം നൽകണമെന്ന് സ്നോഡൻ അപേക്ഷിച്ചിരുന്നു. സ്നോഡന് അഭയം നൽകുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കുമെന്നും അത് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്ക് വിധേയമായിക്കൊണ്ടല്ലെന്നും ഇക്വഡോർ പ്രസിഡന്റ് റാഫേൽ കൊറയ പറഞ്ഞു. ഇക്വഡോർ സ്നോഡന് അഭയം നൽകാൻ സാധ്യതയുണ്ടെന്നറിഞ്ഞതോടെ മുന്നറിയിപ്പുമായി അമേരിക്ക രംഗത്തെത്തി. നിരവധി കുറ്റങ്ങൾ ചുമത്തപ്പെട്ട സ്നോഡന് രാഷ്ട്രീയ അഭയം നൽകുകയോ രാജ്യങ്ങളിൽ യാത്ര ചെയ്യാൻ അനുമതി നൽകുകയോ ചെയ്യരുതെന്ന് US വിദേശകാര്യ വകുപ്പ് ആവശ്യപ്പെട്ടു. സ്നോഡനെ കസ്റ്റഡിയിൽ കിട്ടുന്നതിന് മറ്റു രാജ്യങ്ങളുടെ സഹായമുണ്ടാകണമെന്നും അമേരിക്ക ആവശ്യപ്പെട്ടു. ഹോങ്കോങ്ങിലായിരുന്ന സ്നോഡനെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് അമേരിക്ക വാറന്റ് ലിസ്റ്റ് നൽകിയിരുന്നു. എന്നാൽ അമേരിക്ക നൽകിയ രേഖകൾ തങ്ങളുടെ നിയമമനുസരിച്ച് നിലനിൽക്കുന്നതല്ലെന്നും അതുകൊണ്ട് തന്നെ സ്നോഡനെ കൈമാറാനാകില്ലെന്നുമാണ് ഹോങ്കോങ് അധികൃതർ അറിയിച്ചത്. ഇതിനുശേഷമാണ് സ്നോഡൻ ഇക്വഡോറിൽ അഭയത്തിന് അപേക്ഷിച്ചത്. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.